ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. രണ്ട് രാമന്മാർ നേർക്കുനേർ. അന്നേരം വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ, ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുകെന്നാൻ. മന്നവാ കുറഞ്ഞൊരു ഭീതിയുണ്ടാകും ഇപ്പോൾ, പിന്നേരമഭയവും ഉണ്ടാമെന്നറിഞ്ഞാലും. നമസ്കാരം സജ്ജനങ്ങളെ. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ലോകം മുഴുവൻ വിറപ്പിക്കുന്ന ഒരു മഹാ തേജസ്വി തൻ്റെ മഴു ആയുധവുമായി നിങ്ങളുടെ വഴി തടയുന്നു. കൂടെയുള്ളവർ ഭയന്ന് വിറയ്ക്കുന്നു. എന്നാൽ ആ ക്രോധാഗ്നിക്ക് മുന്നിൽ വെറുമൊരു ബാലൻ അതീവ വിനയത്തോടെ വന്നു നിൽക്കുകയാണ്. ഇവിടെയാണ് നാം വിനയത്തിന്റെ കരുത്ത് ശ്രദ്ധിക്കേണ്ടത്. ശ്രീരാമന്റെ ആ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ലോകത്ത് മുഴുവൻ വിറപ്പിക്കുന്ന പരശുരാമന്റെ മുന്നിൽ നിൽക്കുമ്പോഴും അദ്ദേഹം പറയുന്നത്, എനിക്ക് ആയുധവിദ്യ അറിയില്ല എന്നാണ്. സത്യത്തിൽ ശിവധനുസ് നിഷ്പ്രയാസം ഒടിച്ച ആ മഹാവീരന് ഈ വില്ലു കുലയ്ക്കുക എന്നത് എത്ര ലളിതമായ കാര്യമായിരുന്നു. പക്ഷേ അവിടെയാണ് രാമൻ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. തനിക്ക് കഴിവുണ്ട് എന്ന അഹങ്കാരത്തോടെ വിളിച്ചു പറയുന്നതിനേക്കാൾ, അങ്ങയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഇതൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന വിനയമാണ് രാമൻ കാണിച്ചത്. ശ്രീരാമചന്ദ്രന് ആ വില്ല് കുലയ്ക്കാൻ ഒരു നിമിഷം മതിയായിരുന്നു. പക്ഷേ അദ്ദേഹം തിരഞ്ഞെടുത്തത് പരുഷമായ വാക്കുകളല്ല, മറിച്ച് അത്യന്തം വിനീതമായ സംഭാഷണമാണ്. വിനയം എന്നത് ഒരു ബലഹീനതയല്ല, മറിച്ച് തൻ്റെ കരുത്തിനെ വിവേകം കൊണ്ട് നിയന്ത്രിക്കാനുള്ള കഴിവാണെന്ന് ശ്രീരാമചന്ദ്രൻ ഇവിടെ നമുക്ക് കാട്ടിത്തരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ ഭാർഗവരാമനെ പോലെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ പരിഭ്രമിക്കാതെ വിനയത്തോടും ശാന്തതയോടും കൂടി അതിനെ നേരിടുക. നിങ്ങൾ വിനയത്തോടെ ഒരു കാര്യം ഏറ്റെടുക്കുമ്പോൾ അത് നിങ്ങളെ വിജയത്തിലേക്ക് മാത്രമല്ല, വലിയൊരു സമാധാനത്തിലേക്കും നയിക്കും. അഹങ്കാരത്തിന്റെ പർവ്വതം ഒരു പുഞ്ചിരി കൊണ്ട് എങ്ങനെ തകർന്നു വീണു? ഇന്നത്തെ നമ്മുടെ ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളെ ഈ വിനയം കൊണ്ട് എങ്ങനെ നേരിടാം? അത്യന്തം നാടകീയമായ ആ നിമിഷം, ഭാർഗവ ഗർവ ശമനം, ആ കഥയിലേക്ക് നമുക്ക് കടക്കാം. ചൊല്ലെഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ, ആശയം അവർക്ക് എന്തൊന്നുള്ളത് തപോനിധേ, സ്വാശ്രമ കുലധർമ്മം എങ്ങനെ പാലിക്കുന്നു? അല്ലയോ തപോനിധേ, അങ്ങേ പോലുള്ള പ്രൗഢന്മാരായ മഹാത്മാക്കൾ ബാലന്മാരായ ഞങ്ങളോട് ഇങ്ങനെ തുടങ്ങിയാൽ ഞങ്ങൾക്ക് എന്താണ് വേറെ ആശ്രയമുള്ളത്? ക്ഷത്രിയ കുലത്തിൽ ജനിച്ചുവെങ്കിലും ശസ്ത്രാസ്ത്ര പ്രയോഗ സാമർഥ്യം എനിക്ക് ഒട്ടും തന്നെയില്ല. എന്നാൽ അങ്ങ് മനസ്സിൽ ഒന്ന് ചിന്തിച്ചാൽ പിന്നെ അത് സാക്ഷാൽ പരമേശ്വരന് പോലും മാറ്റാവുന്നതല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആ വില്ലിങ് തന്നാലും ഞാൻ കുലയ്ക്കാം. തിരുവുള്ളക്കേടുണ്ടാവരുത്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ രണ്ട് രാമന്മാരുണ്ട്. ഒന്ന് അഹങ്കാരത്തിന്റെയും ക്രോധത്തിന്റെയും പ്രതീകമായ ഭാർഗവരാമൻ. രണ്ട് ക്ഷമയുടെയും വിനയത്തിന്റെയും മൂർത്തിമത് ഭാവമായ ശ്രീരാമൻ. ഒരേ സമയം രണ്ട് സൂര്യന്മാർ ഉദിച്ചുയർന്നാൽ എങ്ങനെയുണ്ടാകും? വിഷ്ണു തേജസിന്റെ രണ്ട് മഹാപ്രവാഹങ്ങൾ നേർക്കുനേർ വന്ന അപൂർവമായ ഒരു നിമിഷമുണ്ട് നമ്മുടെ രാമായണത്തിൽ. ഭാർഗവരാമനും ദാശരഥിരാമനും. ഒരിടത്ത് കയ്യിൽ മഴുവേന്തി ക്രോധാഗ്നിയിൽ ജ്വലിച്ചു നിൽക്കുന്ന പരശുരാമൻ, മറുവശത്ത് സീതാപരിണയത്തിന് ശേഷം അയോധ്യയിലേക്ക് മടങ്ങുന്ന ശാന്തനായി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ശ്രീരാമൻ. ഇതൊരു വെറും ഏറ്റുമുട്ടലിന്റെ കഥയല്ല, മറിച്ച് അഹങ്കാരവും വിനയവും തമ്മിലുള്ള പോരാട്ടമാണ്. ആയുധബലത്തെക്കാൾ വലിയത് ആത്മബലമാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ആ മഹത്തായ സന്ദർഭം രാമായണത്തിലെ ഭാർഗവ ഗർവ ശമനം ഇന്നത്തെ നമ്മുടെ ജീവിതവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. സീതാ സ്വയംവരം കഴിഞ്ഞ് അയോധ്യയിലേക്ക് മടക്കയാത്ര, സന്തോഷവും ആഘോഷവും നിറഞ്ഞ ആ ഘോഷയാത്രയ്ക്ക് മുകളിൽ പെട്ടെന്നൊരു കാർമേഘം പോലെ ആപത്ത് നിഴൽ വിരിക്കുന്നു. പ്രകൃതി പോലും ഭയന്ന് വിറങ്ങലിച്ച ആ നിമിഷം വനാന്തരങ്ങളെ നടുക്കിക്കൊണ്ട് ഒരു സിംഹ ഗർജനം ഉയർന്നു.
മുന്നിൽ നിൽക്കുന്നത് കേവലം ഒരു ബ്രാഹ്മണനല്ല, ക്ഷത്രിയകുലത്തിന്റെ അന്തകനും 21 വട്ടം ഭൂമിയെ രാജാക്കന്മാരിൽ നിന്ന് മുക്തമാക്കിയവനും പരമശിവന്റെ പ്രിയ ശിഷ്യനുമായ സാക്ഷാൽ ഭാർഗവരാമൻ, അതെ പരശുരാമൻ. ഭൂമിയിൽ ദുഷ്ടരായ ക്ഷത്രിയ രാജാക്കന്മാരുടെ എണ്ണം വർദ്ധിച്ച കാരണം, ഭാരം സഹിക്കാൻ വയ്യാതെ ഭൂമി ദേവി അഭ്യർത്ഥിച്ചതിന് കാരണം, ഭൂഭാരം കുറയ്ക്കുന്നതിനായി മഹാവിഷ്ണു അംശാവതാരം എടുത്തതാണത്രേ പരശുരാമൻ. കൃതയുഗത്തിൽ അവതാരമെടുത്ത അദ്ദേഹത്തിന്റെ സാന്നിധ്യം തുടർന്നുള്ള യുഗങ്ങളിലും കാണാം. സപ്ത ചിരഞ്ജീവികളിൽ ഒരാളാണ് പരശുരാമൻ. ഇങ്ങനെയെല്ലാമുള്ള അതികായനും ഉഗ്രമൂർത്തിയുമാണ് രാമന്റെ വിവാഹ ഘോഷയാത്രയെ വഴിയിൽ തടഞ്ഞുകൊണ്ട് മുന്നിൽ നിൽക്കുന്നത്. ഇവിടെ വീണ്ടും ഒരു കഥ, ദാറ്റ് ഈസ് ജമദഗ്നി മഹർഷിയുടെയും രേണുകയുടെയും പുത്രനായ അദ്ദേഹത്തിന് യഥാർത്ഥ നാമം രാമൻ എന്നായിരുന്നു. അതിനാൽ ഭൃഗുവംശത്തിലെ രാമൻ എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം ഭാർഗവരാമൻ എന്ന് വിളിക്കപ്പെട്ടത്. ജമദഗ്നി മഹർഷിക്കും രേണുകയ്ക്കും 5ാമത്തെ പുത്രനായിട്ടാണ് നമ്മുടെ രാമൻ ജനിക്കുന്നത്. രുമൺവാൻ, സുഷേണൻ, വസു, വിശ്വാവസു എന്നിവരായിരുന്നു ജ്യേഷ്ഠന്മാർ. ജമദഗ്നി മഹർഷിയുടെ ഭാര്യ രേണുക അതിശക്തമായ പാതിവത്യമുള്ളവളായിരുന്നു. ഓരോ ദിവസവും പുഴയിൽ പോയി മണൽ കൊണ്ട് കുടം നിർമ്മിച്ച് അതിൽ വെള്ളം എടുത്തുകൊണ്ടുവന്ന് വരാനുള്ള ദിവ്യ ശക്തിക്ക് രേണുകയ്ക്ക് ഉണ്ടായിരുന്നു. മണൽക്കുടം ഉടയാതെ വെള്ളം നിൽക്കുന്നത് അവരുടെ മനഃശുദ്ധിയുടെ തെളിവായിരുന്നു അത്രേ. ഒരിക്കൽ പുഴയിൽ വെള്ളമെടുക്കാൻ പോയപ്പോൾ ആകാശത്തുകൂടി വിമാനത്തിൽ സഞ്ചരിച്ചിരുന്ന ഗന്ധർവ രാജാവായ ചിത്രരഥന്റെ പ്രതിബിംബം വെള്ളത്തിൽ കാണാനിടയായി. ഒരു നിമിഷം ആ സൗന്ദര്യത്തിൽ രേണുകയുടെ മനസ്സൊന്ന് ചഞ്ചലിച്ചു. ആ ചെറിയ ചിന്ത കാരണം മണലുകൊണ്ട് കുടം നിർമ്മിക്കാനുള്ള അവളുടെ ശക്തി നഷ്ടപ്പെട്ടു. എത്ര ശ്രമിച്ചിട്ടും മണൽക്കുടം രൂപപ്പെട്ടില്ല. വെള്ളം കൊണ്ടുവരാൻ വൈകിയ രേണുക തിരികെ എത്തിയപ്പോൾ പതിയായ ജമദഗ്നി മഹർഷി തന്റെ ദിവ്യസൃഷ്ടിയാൽ നടന്നതെല്ലാം അറിഞ്ഞു. അത്യധികം കോപിഷ്ഠനായ അദ്ദേഹം തന്റെ പുത്രന്മാരെ വിളിച്ച് അമ്മയുടെ തലയറുക്കാൻ ആജ്ഞാപിച്ചു. ആദ്യത്തെ 4 പുത്രന്മാരും ഭയഭക്തി ബഹുമാനങ്ങൾ കാരണം അത് നിരസിച്ചു. 5ാമത്തെ പുത്രനായ രാമൻ, പരശുരാമൻ, ഭൃഗുരാമൻ പിതാവിന്റെ ആജ്ഞ അനുസരിക്കാൻ തന്നെ തയ്യാറായി. എന്നാൽ ബുദ്ധിശാലിയായ രാമൻ ഇത് ചെയ്ത ശേഷം പിതാവിന്റെ വാക്ക് ലംഘിക്കുന്നത് വലിയ പാപമാണെന്ന് കരുതിയ രാമൻ തന്റെ മഴ ഉപയോഗിച്ച് അമ്മയുടെ അനുസരണക്കേട് കാണിച്ച സഹോദരന്മാരുടെയും തലയറുത്തു. മകന്റെ ഭക്തിയാൽ പ്രീതനായ ജമദഗ്നി മഹർഷി രാമനോട് ഇഷ്ടമുള്ള വരം ചോദിക്കാൻ പറഞ്ഞു. സമർത്ഥനായ രാമൻ ചോദിച്ച വരം എന്തെന്നോ? എന്റെ അമ്മയെയും സഹോദരന്മാരെയും പുനർജീവിപ്പിക്കണം. 2, അവർക്ക് താൻ മരിച്ചുവെന്ന കാര്യം ഓർമ്മയുണ്ടാകരുത്. 3, എനിക്ക് ഈ വധം ചെയ്തത് കൊണ്ടുള്ള പാപം ഉണ്ടാകരുത്. ജമദഗ്നി മഹർഷി അത് സാധിച്ചു കൊടുത്തു. അങ്ങനെ രേണുക പുനർജനിച്ചു. ഈ കഥയ്ക്ക് ശേഷമാണ് പരശുരാമൻ ക്ഷത്രിയ നിഗ്രഹം തുടങ്ങുന്നത്. ഒരിക്കൽ ജമദഗ്നി മഹർഷിയുടെ കൈവശമുള്ള കാമധേനുവിനെ മോഷ്ടിക്കാൻ ശ്രമിച്ച കാർത്തവീര്യാർജുനൻ എന്ന രാജാവ് മഹർഷിയെ വധിച്ചു. ഇതിൽ രോഷാകുലനായാണ് പരശുരാമൻ 21 വട്ടം ലോകം ചുറ്റി അധർമ്മകാരികളായ ക്ഷത്രിയരെ ഒടുക്കിയത്. ഒരു വശത്ത് ക്രോധത്താൽ ചുവന്ന കണ്ണുകളും കയ്യിൽ ഉഗ്രമായ മഴവുമായി നിൽക്കുന്ന പരശുരാമൻ, മറുവശത്ത് പൂർണ്ണ ചന്ദ്രനെ പോലെ ശാന്തമായ മുഖവും വിനയം തുളുമ്പുന്ന വാക്കുകളുമായി നിൽക്കുന്ന ദശരഥപുത്രൻ ശ്രീരാമൻ. അഹങ്കാരവും വിനയവും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച വെറുമൊരു യുദ്ധമായിരുന്നില്ല. അത് ഒരു അവതാര ലക്ഷ്യം പൂർത്തിയാക്കി അടുത്തതിലേക്ക് തേജസ് കൈമാറുന്ന വിധി നിശ്ചയമായിരുന്നു. ഭാർഗവന്റെ ഗർവ് ശമിക്കുകയും രാഘവന്റെ രാമത്വം ലോകം തിരിച്ചറിയുകയും ചെയ്ത ആ അതിശയകരമായ നിമിഷങ്ങളിലേക്ക് നമുക്ക് നോക്കാം. സീതാരാമ പരിണയം കഴിഞ്ഞ അയോധ്യയിലേക്ക് മടങ്ങുന്ന ആ വലിയ ജനാവലി സന്തോഷത്തിലായിരുന്നു. എന്നാൽ പെട്ടെന്നാണ് ആകാശം ഇരുണ്ടതും ആഞ്ഞു വീശുന്ന കാറ്റിൽ വൻമരങ്ങൾ ആടിയുലഞ്ഞതും. സൂര്യൻ മറഞ്ഞു, ദിക്കുകൾ അന്ധകാരപൂർണമായി. ഭയചകിതനായ ദശരഥ മഹാരാജാവിനോട് കുലഗുരു വസിഷ്ഠൻ ഇങ്ങനെ മന്ത്രിച്ചു: മന്നവാ, ഭയപ്പെടേണ്ട. വഴിയിൽ ചെറിയൊരു തടസ്സമുണ്ടാകാം, എന്നാൽ
എല്ലാം ശുഭമായി നടക്കും. മന്നവ കുറഞ്ഞൊരു ഭീതിയുണ്ടാകും ഇപ്പോൾ, പിന്നീടും അഭയവും ഉണ്ടാമെന്നറിഞ്ഞാലും. ദൂരെ നിന്ന് ആ രൂപം തെളിഞ്ഞു വന്നു. ക്ഷത്രിയ കുലാന്തകനായ ഭാർഗവരാമൻ. ഗുരു ഇത് പറഞ്ഞ് അല്പം മുന്നോട്ട് സഞ്ചരിച്ചപ്പോൾ തന്നെ കണ്ടു, ദൂരെ നിന്നും തങ്ങൾക്ക് നേരെ നടന്നെടുക്കുന്ന ക്ഷത്രിയ കുലാന്തകനായ ഭാർഗവരാമനെ. കയ്യിൽ മഴുവും ദിവ്യമായ ബാണവും മറ്റായുധങ്ങളുമായി വിവാഹ ഘോഷയാത്രയെ തടഞ്ഞുകൊണ്ട് ക്രോധത്തോടെ നിൽക്കുന്ന പരശുരാമനെ കണ്ട് സംഭ്രമം പൂണ്ട ദശരഥൻ വേഗത്തിൽ തേരിൽ നിന്ന് ചാടിയിറങ്ങി പാദ നമസ്കാരം ചെയ്തു. പിന്നെ ഭയഭക്തി ബഹുമാനങ്ങളോട് വന്ദിച്ചു കീർത്തിക്കാൻ തുടങ്ങി. അല്ലയോ കാർത്തവീര്യാരരെ, രേണുകാത്മജ, ക്ഷത്രിയാന്തക, ഞങ്ങളുടെ മംഗളകരമായ ഈ യാത്രയിൽ വിഘ്നമുണ്ടാക്കരുതേ. പരമേശ്വര പ്രിയ, തപോവാരിധേ, അങ്ങയുടെ കാൽത്താരണികളിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു. അയോധ്യാപതി ദശരഥൻ ഇങ്ങനെ പരശുരാമന്റെ കാൽക്കൽ വീണ് സ്തുതിക്കാൻ കാരണമുണ്ട്. ചില്ലറക്കാരനല്ല ഭാർഗവരാമൻ, പരശുരാമൻ. ജമദഗ്ന മഹർഷിക്ക് രേണുക എന്ന ഭാര്യയിൽ ഉണ്ടായ പുത്രനാണ് ഭാർഗവരാമൻ. വളരെ കർക്കശക്കാരനും കോപിഷ്ഠനും പാറ പോലെ ഉറച്ച മനസ്സുള്ളവനുമാണ്. പരമശിവന്റെ അരുമ ശിഷ്യൻ. ശിവനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തി ദിവ്യമായ മഴു സ്വന്തമാക്കിയതിനാൽ പരശുരാമൻ എന്ന നാമധേയത്താൽ അറിയപ്പെടുന്നവൻ. കൂടാതെ ബ്രഹ്മാസ്ത്രവും വൈഷ്ണവാസ്ത്രവും പാശുപതാസ്ത്രവും കയ്യിലുള്ള ഒരു വ്യക്തി. താന്ത്രിക വൈദിക വിദ്യകളുടെയും ആയോധന കലകളുടെയും ആചാര്യനാണ് പരശുരാമൻ. കർണന്റെയും ഭീഷ്മരുടെയും ദ്രോണരുടെയും ഗുരു. ദശരഥന്റെ സ്തുതികൾക്കൊന്നും ചെവി കൊടുക്കാതെ പരശുരാമൻ ശ്രീരാമന് നേരെ തിരിഞ്ഞു. അദ്ദേഹം ഗർജിച്ചു, ഞാനല്ലാതെ മറ്റൊരു രാമൻ ഈ ത്രിലോകത്തിൽ ഉണ്ടോ? നീ അസ്ത്രവിദ്യയിൽ വലിയ ആണെന്നാണല്ലോ കേട്ടിരിക്കുന്നത്. എന്റെ ഗുരുവായ പരമശിവന്റെ ത്രയംബകം വില്ലു മുറിച്ചവനല്ലേ നീ? എന്റെ കയ്യിൽ ഇതാ ഒരു വൈഷ്ണവ ചാപമുണ്ട്. യഥാർത്ഥ ക്ഷത്രിയനാണെങ്കിൽ നീ ഇത് കുലച്ച് ഞാൻ കെട്ടുക. കാണട്ടെ നിന്റെ വീര്യം. വില്ല് കുലയ്ക്കുകയാണെങ്കിൽ ഞാൻ നിന്നോട് യുദ്ധം ചെയ്യാം, അല്ലെങ്കിൽ എല്ലാവരെയും കൂട്ടത്തോടെ നിഗ്രഹിക്കും എന്ന് ഭീഷണിപ്പെടുത്തി. ക്ഷത്രിയ കുലാന്തകൻ ഞാൻ എന്നതറിഞ്ഞില്ലേ, ശത്രുത്വം നമ്മൾ പണ്ടു പണ്ടേ ഉണ്ടെന്നോർക്ക നീ. ക്ഷത്രിയ കുലാന്തകനാണ് ഞാൻ എന്ന് നിനക്കറിയാമല്ലോ. നമ്മൾ തമ്മിൽ പണ്ടു പണ്ടേ ശത്രുത്വമുണ്ട്. പരശുരാമന്റെ കോപത്തിന് മുൻപിൽ പ്രകൃതി പോലും ഭയപ്പെട്ടു. ദിക്കുകൾ അന്ധകാരപൂർണമായി. സിന്ധുവാരിയും ഒന്നു കലങ്ങി മറിഞ്ഞിതു, എന്തൊന്നു വരുന്നതെന്നോർത്തു ദേവാദികളും. ചിന്ത പൂണ്ടുഴന്നതു താപസവരന്മാരും, പങ്ക്തിസ്യന്ധനൻ ഭീതി കൊണ്ടു വേപത് കൊണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ച തനയനും. സിന്ധുവാരിധി കലങ്ങി മറിഞ്ഞു, പർവ്വതങ്ങൾ വിറച്ചു. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ചിന്തിച്ച് എല്ലാവരും നിശ്ചലരായി നോക്കി നിന്നു. ഈ സമയം ശ്രീരാമൻ ഇതിലൊന്നും പതറാതെ വിനയാന്വിതനായി പരശുരാമന്റെ മുന്നിലേക്ക് ചെന്ന് മന്ദസ്മിതത്തോടെ ഇങ്ങനെ പറഞ്ഞു, അറിവും കഴിവും തപശക്തിയും ഉണ്ടായിട്ടും സാത്വികമല്ലാത്ത വ്യക്തിത്വമാണ് പരശുരാമനിൽ കാണുന്നത്. ക്ഷത്രിയകുലത്തിൽ ജനിച്ചതുകൊണ്ട് വെല്ലുവിളികൾ ഏറ്റെടുക്കുക എന്നത് രാമന്റെ കർത്തവ്യമാണ്. തന്നിൽ നിക്ഷിപ്തമായ ദൗത്യത്തിൽ നിന്നും പിന്തിരിയുക ഒരു ധീരന് ചേർന്ന പ്രവൃത്തിയല്ല. അതുകൊണ്ട് ശ്രീരാമൻ പരശുരാമനിൽ നിന്നും മന്ദഹാസത്തോടെ വില്ലു വാങ്ങി വന്ദിച്ചു. ഞാൻ കെട്ടി ഒരു അമ്പെടുത്ത് തൊടുത്തു പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു, എന്റെ ലക്ഷ്യം നിഷ്ഫലമായി തീരില്ല മഹാമുനെ. ദയവായി എങ്ങോട്ടേക്കാണ് ഞാൻ അമ്പെയ്യേണ്ടതെന്ന് ലക്ഷ്യം കാട്ടി തന്നാലും. പരശുരാമന്റെ സർവ്വ അഹങ്കാരങ്ങളും ബാലനായ രാമന് മുന്നിൽ തകർന്നുപോയ നിമിഷമായിരുന്നു അത്. മറ്റാർക്കും സാധ്യമല്ലാത്ത ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അതോടെ അദ്ദേഹത്തിന് രാമൻ ആരാണെന്നുള്ള സത്യം മനസ്സിലായി. ശ്രീരാമബാണം ബ്രഹ്മാണ്ടത്തിലെ ഏതൊരു വസ്തു ലക്ഷ്യമാക്കിയാലും അത് നശിച്ചു പോകുമെന്ന് അറിയാവുന്ന പരശുരാമൻ സ്വന്തം തപശക്തിയെ തന്നെ അതിന്റെ ലക്ഷ്യമാക്കി വെച്ചു. രാമന്റെ നയതന്ത്രത്തിന്റെ കൂടെ ഉദാഹരണമാണിത്. വിനയവും വിവേകവും സത്യവും ധർമ്മവും ഏതു യുദ്ധക്കൊതിക്ക് മുകളിലും വിജയക്കൊടി നാട്ടുമെന്ന് ഈ രാമായണ സന്ദർഭം വ്യക്തമാക്കുന്നു. പിന്നീട് രഘുരാമന്റെ മുന്നിൽ തൊഴുകൈകളോടെ നിന്ന് സ്തുതിക്കുന്ന ഭൃഗുരാമനെയാണ് നാം കാണുന്നത്. അല്ലയോ ശ്രീരാമ,
ജാനകീപതേ രഘുപതേ പുരുഷോത്തമ ദയാനിധേ ഹരേ രാമ. എന്റെ ചരിത്രം ഞാൻ പറയാം, കേട്ടാലും. ബാല്യകാലത്ത് ഞാൻ ചക്രതീർത്ഥത്തിൽ ചെന്ന ചക്രപാണിയെ, അതായത് മഹാവിഷ്ണുവിനെ വളരെ കാലം തപസ് ചെയ്യുകയുണ്ടായി. ഇന്ദ്രിയങ്ങളെയെല്ലാം അടക്കി അനുദിനം സേവിച്ചത് മൂലം ഭഗവാൻ പ്രത്യക്ഷനായിട്ട് ഇപ്രകാരം പറഞ്ഞു: നിന്റെ തപോനിഷ്ഠയിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. എഴുന്നേൽക്കൂ, എന്റെ തേജസ്സിൽ നിന്നുണ്ടായതാണ് നീ. ഈ അവതാരത്തിന് ചില ലക്ഷ്യങ്ങളുണ്ട്. നിന്റെ പിതാവിനെ കൊന്ന കാർത്തവീര്യാർജുനനെയും മക്കളെയും നീ വധിക്കണം. ദുഷ്ടരായ ക്ഷത്രിയ വംശത്തെ 21 വട്ടം നീ ഇല്ലാതാക്കണം. ഭൂമിയെ ശാന്തമാക്കണം. പിന്നീട് തപോനിഷ്ഠയിൽ പ്രവേശിക്കുക. അടുത്ത ത്രേതായുഗത്തിൽ ഞാൻ രാമനായി അവതരിക്കും. അന്ന് നാം തമ്മിൽ കണ്ടുമുട്ടും. അപ്പോൾ നിന്നുടെ തപശക്തി മുഴുവൻ രാമനിലേക്ക് പ്രവേശിപ്പിക്കുക. പിന്നെയും തപസ് ചെയ്ത് പ്രളയകാലം വരെ കഴിയുക എന്ന് പറഞ്ഞ് ഭഗവാൻ മറഞ്ഞുപോയി. അതിനാൽ ഞാൻ എന്റെ നിയോഗങ്ങളെല്ലാം ചെയ്തു തീർത്തു. ഇന്നിപ്പോൾ ബ്രഹ്മമുഖ്യന്മാരാൽ പോലും കണ്ടു കിട്ടിയിടാത്ത അങ്ങയുടെ നിർമ്മലമായ രൂപം ദർശിച്ച് എന്റെ ജന്മം സഫലമായി തീർന്നിരിക്കുകയാണ്. എന്നിലുള്ള വൈഷ്ണവ തേജസ്സെല്ലാം അങ്ങയിലേക്കാക്കി എന്നിൽ സഞ്ചിതമായിട്ടുള്ള പുണ്യങ്ങളെല്ലാം അങ്ങയുടെ ബാണത്തിന് ലക്ഷ്യമാക്കിയാലും. ഇത് കേട്ട് ദാശരഥരാമൻ പറഞ്ഞു: അവിടുന്ന് ബ്രാഹ്മണ ശ്രേഷ്ഠനാകയാലും എന്റെ ഗുരുവായ വിശ്വാമിത്ര മഹർഷിയുടെ വംശത്തിൽ ജനിച്ചവനാകയാലും ഈ അസ്ത്രം അങ്ങയുടെ നേർക്ക് പ്രയോഗിക്കാൻ എന്റെ ധർമ്മം എന്നെ അനുവദിക്കുന്നില്ല. എങ്കിലും തൊടുത്തുവിട്ട ഈ അസ്ത്രം നിഷ്ഫലമാകാൻ പാടില്ലാത്തതിനാൽ അങ്ങയുടെ 3 ലോകങ്ങളിലുമുള്ള സഞ്ചാര സ്വാതന്ത്ര്യവും കഠിന തപസ്സിലൂടെ അങ്ങ് നേടിയ പുണ്യഫലങ്ങളും ഞാൻ ഏറ്റെടുക്കുകയാണ്. ശത്രുതയെ നിഗ്രഹിക്കാനും അഹന്തയെ ശമിപ്പിക്കുവാനുള്ള ഈ ദിവ്യാസ്ത്രത്തിന് സാധിക്കും. തുടർന്ന് തന്റെ ശക്തിയെല്ലാം നഷ്ടപ്പെട്ട് പരശുരാമൻ തപസ്സിനായി മഹേന്ദ്രപർവ്വതത്തിന്റെ മുകളിലേക്ക് യാത്രയാവുകയാണ്. ശ്രീരാമനാകട്ടെ ഭാർഗവരാമനിലെ വൈഷ്ണവ തേജസ്സും കൂടി ചേർന്ന് 14 ലോകങ്ങളും തിളങ്ങുന്ന പ്രഭയോടെ കാണപ്പെട്ടു. ഭൂപതി ദശരഥൻ ഇതെല്ലാം കണ്ട് ആപത്തൊഴിഞ്ഞ ആശ്വാസത്തോടെ രാമനെ ഗാഠമായി ആശ്ലേഷം ചെയ്ത് ആനന്ദാശ്രു പുഷിച്ചു. തടസ്സം മാറിക്കെട്ടിയ വിവാഹ ഘോഷയാത്ര വീണ്ടും പ്രയാണം തുടർന്നു. വധൂവരന്മാരെയും സംഘത്തെയും സ്വീകരിക്കാനായി അയോധ്യയിലെ ആബാലവൃദ്ധം ജനങ്ങളും കൊട്ടാരത്തിലും പരിസരത്തുമായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വഴിനീളെ പുഷ്പങ്ങൾ വിതറിയും കൊടിതോരണങ്ങളാൽ അലങ്കരിച്ചും ആരതിയൊരുക്കിയും ജനങ്ങൾ രാജകുമാരന്മാരെയും വധൂവരന്മാരെയും സന്തോഷത്തോടെ സ്വീകരിച്ചു. അങ്ങനെ വിശ്വാമിത്ര മഹർഷി തന്റെ യാഗം രക്ഷിക്കുവാനായി കൂട്ടിക്കൊണ്ടുപോയ രാമലക്ഷ്മണന്മാർ നാളുകൾക്ക് ശേഷം വിവാഹം കഴിഞ്ഞ പത്നിമാരുമൊത്ത് കൊട്ടാരത്തിൽ തിരിച്ചെത്തി. തുടർന്ന് രാമൻ സീതാദേവിയുമൊത്ത് അയോധ്യയിൽ പ്രപഞ്ചനാഥനായ മഹാവിഷ്ണു വൈകുണ്ഠത്തിൽ ലക്ഷ്മി ദേവിയോട് കൂടെ എന്ന പോലെ ആനന്ദത്തോടെ രമിച്ചു വാണു. രാമായണത്തിലെ 6 കാണ്ഡങ്ങളിൽ ആദ്യത്തെ ബാലകാണ്ഡം ഇവിടെ അവസാനിക്കുകയാണ്. അല്ലയോ സർവേശ്വര, എന്റെ വാക്കുകളിലും പ്രവർത്തികളിലും അഹന്ത കലരാതെ കാത്തുരക്ഷിക്കണമേ. ജീവിതത്തിലെ പ്രതിസന്ധികളെ ഭയമില്ലാതെ നേരിടാനും നേട്ടങ്ങളിൽ അഹങ്കരിക്കാതിരിക്കാനുമുള്ള ആത്മബലം നൽകണമേ. എല്ലാവർക്കും നന്മയും ശാന്തിയും സംതൃപ്തിയും നിറഞ്ഞ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ.